എന്നെ സംബന്ധിച്ച് എനിക്ക് GK ഭയങ്കര പാടായിരുന്നു. ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ റീസണിങ് ഞാൻ ഫുൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മോക്ക് ചെയ്തതോടുകൂടി എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അക്കാഡമി ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന കണ്ടിട്ടുള്ളത്. നമസ്കാരം, ദിശ അക്കാഡമിയുടെ പുതിയൊരു സക്സസ് പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിശ അക്കാഡമി ഇന്ന് ഏറെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്നത് ജിയോണ എബ്രഹാമിനെയാണ്. ജിയോണയെ പറ്റി പറയുവാണെങ്കിൽ 2025 SSC GD എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2024 ജൂലൈ ബാച്ചിലാണ് ജിയോണ ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, SSC GD എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വളരെ പാഷനേറ്റ് ആയിട്ടാണ് ആ ജോലിയെ കാണുന്നത്. യൂണിഫോം പോസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു സർവീസാണ്. അതുകൊണ്ട് അത് വളരെ പാഷനായിട്ട് തന്നെയാണ് ആ ഒരു ജോബിനെ കാണുന്നത്. ജിയോണ അഡ്മിഷൻ എടുക്കാൻ വന്ന വെരി ഫസ്റ്റ് ഡേ തൊട്ട് ജിയോണ മോർ പാഷനേറ്റ് ആയിരുന്നു. ജിയോണയുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പാഷൻ, ആ ഒരു ഫയർ, അതുകൊണ്ട് തന്നെ കേരളത്തിൽ റാങ്ക് 1 ആണ് ജിയോണയ്ക്ക് ലഭിച്ചത്. ഈ കഴിഞ്ഞ SSC GD 2025 എക്സാമിൽ നമുക്കറിയാം ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് SSC GD എക്സാം. എസ്പെഷ്യലി ഗേൾസിനെന്ന് പറയുന്നത് കട്ട് ഓഫ് വളരെ കൂടുതലും ആയിരിക്കും. അതിൽ റാങ്ക് 1 ആണ് ജിയോണയ്ക്ക് ലഭിച്ചത്. അപ്പോൾ ജിയോണയ്ക്ക് കുറേയധികം വിശേഷങ്ങൾ പറയാനായിട്ട് കാണും. നമുക്ക് ജിയോണയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, വെൽക്കം ജിയോണ. ഹായ്, എൻ്റെ പേര് ജിയോന. ഞാൻ കൊല്ലം ജില്ലയിൽ ആയിരുന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചി, ചേട്ടനാണുള്ളത്. ചേട്ടൻ BSFലാണ്, ചേച്ചി ഫാർമസിസ്റ്റാണ്. ഞാൻ സെൻറ്റ് ജോൺസിലാണ് പഠിച്ചത്. BCom ആയിരുന്നു ഞാൻ എടുത്തത്. ഓക്കെ, അപ്പം ജിയോണ, നമുക്കിങ്ങനെ മസിൽ പിടിച്ചുള്ള ഈ ഒരു ടോക്ക് വേണ്ട. ടെൻഷൻ ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ടുപോകാം. അപ്പം ഞാൻ ജിയോണയോട് ചോദിക്കാൻ പോകുന്നത്, എനിക്കറിയാം ജിയോണയുടെ ഒരു ഡ്രീം ജോബ് തന്നെ ആയിരുന്നു ഇത്, അല്ലേ? ഒരു ഡ്രീം ജോബായിരുന്നു. അപ്പോൾ എന്നോട്ടാണ് ജിയോണയ്ക്ക് ഇങ്ങനെ ഒരു പാഷൻ വന്നത്, സ്റ്റാർട്ട് ചെയ്തത്? കുഞ്ഞുനാൾ തൊട്ടാണോ? ചിലർക്ക് കുഞ്ഞുനാൾ മുതലേ ഭയങ്കര പാഷനാണ്. അപ്പോൾ ആ കുട്ടിക്കാലം തൊട്ടുള്ള പാഷനാണോ, അതോ എപ്പോഴാണ് അങ്ങനെ ഒരു പാഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ NCCക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ യൂണിഫോം ഇട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ നോക്കുമ്പം ആ ഒരിത് എൻ്റെ മനസ്സിൽ ഹിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ചേട്ടൻ ഓൾറെഡി BSFലാണ്. അപ്പം അന്നേരമാണ് ഞാൻ ഈ ഫോഴ്സിനെ പറ്റി അറിയുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, ഓക്കെ, നമ്മൾ യൂണിഫോം ജോബ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് അതെന്തായാലും കിട്ടും. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ GDയിലോട്ട് തിരിയുന്നത്. ഓക്കെ ജിയോണ ആദ്യമായിട്ടാണോ ഇപ്പൊ ഈ 2025 SSC GD എക്സാം അല്ലേ ക്ലിയർ ചെയ്തത്? അപ്പൊ അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നോ ജിയോണയുടേത്? അല്ല, സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റിൽ എത്ര മാർക്കൊക്കെ ആയിരുന്നു സ്കോർ ചെയ്ത് ജിയോണ? എനിക്ക് 102 ആയിരുന്നു. 102.8 ആയിരുന്നു കട്ട് ഓഫ്. ഓക്കെ, എത്ര മാർക്കിനാ ജിയോണയ്ക്ക് ഫസ്റ്റ് കിട്ടാതെ പോയത്? 0.8 മാർക്കിന് പോയി അല്ലേ? അപ്പൊ അതിന്റെ ഒരു വാശി കാണുമല്ലോ അല്ലേ? അടുത്തൊരു എക്സാം ഫോക്കസ് ചെയ്യുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു വാശിയും ജിയോണയുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ജിയോണ, ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ജിയോണ അഡ്മിഷൻ എടുക്കാൻ വന്നത് ജിയോണയുടെ പപ്പയുടെ കൂടാണ് അല്ലേ? പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജിയോണയുടെ പപ്പ അക്കാഡമിയിൽ വരും, എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ വലുതായിരിക്കും ഇല്ലേ, പപ്പ മമ്മിയുടെ? അതെങ്ങനെയാണ്, ഫാമിലി എങ്ങനെയായിരുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്തത്? അങ്ങനെ വീട്ടിൽ നിന്ന് ഇന്ന കോഴ്സിന് പോകുക അങ്ങനെ പ്രഷർ ചെയ്യില്ലായിരുന്നു. ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ +1 +2 ആയിരുന്നപ്പോഴും സയൻസ് എടുക്കുക അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോ, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതേപോലെ SSC GD എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ കോച്ചിങ്ങിന് പോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു അക്കാഡമി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനത് ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു 2 months ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത്, അന്ന് അത്ര സീരിയസ് അല്ലായിരുന്നു, പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. ക്ലാസ്സും ഓൺലൈൻ ആയിരുന്നു, അതത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് 0.8 പോകുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ആ ഒരു 2 months പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അത്രയും പറ്റുമെങ്കിൽ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്താൽ എനിക്ക് നല്ല സ്കോറ് മേടിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പപ്പ പറയുന്നത് ഇതുപോലെ കൊട്ടാരക്കര ദിശയിൽ പോവാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഓക്കെ, എടാ ചേട്ടൻ ഇതുപോലെ ഇതല്ലേ ഫോഴ്സിലല്ലേ, BSF അല്ലേ? അപ്പം ചേട്ടൻ്റെ ഒരു അഡ്വൈസ് ഇതിലുണ്ടായിരുന്നോ? ചേട്ടൻ ഫോഴ്സിന് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ലൈക്ക് ഉള്ളത് ഏറ്റവും നല്ല പോസ്റ്റ് തന്നെ കിട്ടട്ടെ എന്നുള്ളൊരിതായിരുന്നു. സപ്പോർട്ടീവ് ആയിരുന്നു, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമുക്കറിയാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന GD എക്സാം എന്ന് പറയുന്നത് വേരിയസ് പാരാമിലിറ്ററി ഫോഴ്സിലേക്കും സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷനിലേക്ക് നടത്തുന്ന എക്സാമാണ് അല്ലേ? അതിൽ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് BSF, CISF, CRPF, ITBP, SSB, ആസാം റൈഫിൾസ് പോലെയുള്ള കാറ്റഗറീസ് ആണ്. അതിൽ ജിയോണയ്ക്ക് കിട്ടിയത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലേ, CISF അല്ലേ? ഓക്കെ, ജിയോണ അത് പ്രിഫറൻസ് CISF തന്നെയാണോ വെച്ചിരുന്നത്? അല്ല, ഞാൻ ഫസ്റ്റ് NCB ആയിരുന്നു വെച്ചിരുന്നത്. അത് ഓൾ ഇന്ത്യ വേക്കൻസി ഒന്നേ ഉണ്ടായിരുന്നു. അത് എന്റെ മാർക്കുമായിട്ട്
12 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഈ CASF ജിയോണക്ക് ഇഷ്ടമായിരുന്നു CASFലേക്ക്? അതെ, NCB ഞാൻ ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ. കാരണം ഓൾ ഇന്ത്യ ഒരു വേക്കൻസി ഉള്ളെന്ന് പറയുമ്പോൾ പാടാന്നറിയാം. പിന്നെ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ശരിക്കും പറഞ്ഞാൽ CASF തന്നെ ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരിക്കുമല്ലോ കൂടുതൽ ലഭിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഗേൾസ് കൂടുതലും പ്രിഫറൻസ് വെക്കാനുള്ള സാധ്യതയും CASF തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ജിയോണ, ഇതൊരു ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു ജേണി ആക്ച്വലി എനിക്ക് ഈ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യം കാണും ജിയോണയുടെ ഈ ഒരു ജേണിയെ പറ്റിയിട്ട് അറിയാനായിട്ട്. അവരെ തീർച്ചയായിട്ടും ഇത് ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു എക്സാം എഴുതി എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാര്യം നമ്മൾ ആദ്യം ഒരു ഫേസ് CBT എന്ന് പറയുന്ന ഒരു എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അത് എഴുതണം. അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പിന്നുള്ളത് ഫിസിക്കലാണ് അല്ലേ? ഫിസിക്കൽ ക്വാളിഫൈ ആവണം. അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കലാണ്. മെഡിക്കൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ജോയിനിങ് വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാറുണ്ട്. എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യും. പക്ഷെ ഫിസിക്കലിലോട്ട് വരുമ്പോൾ ഒരുപാട് പേര് അത് റിജക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ അതും കിട്ടിയിട്ട് മെഡിക്കൽ വരുമ്പോൾ ചിലപ്പോൾ മെഡിക്കൽ പോകാറുണ്ട് അല്ലേ? ഇങ്ങനെ ഇത് ആക്ച്വലി പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു ജേണി ജിയോണക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ഫേസിലും എൻ്റെ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ എക്സാം ആണെങ്കിലും ഫിസിക്കലാണെങ്കിലും മെഡിക്കലാണെങ്കിലും. ഫിസിക്കലിന് മുമ്പ് തന്നെ മെഡിക്കൽ മേ ബി റിജക്റ്റ് ചെയ്യാം എന്ന ഒരൊറ്റ റീസൺ കൊണ്ട് ഞാൻ എൻ്റെ മൂക്ക് വരെ സർജറി ചെയ്തായിരുന്നു. അതായത് ഫിസിക്കൽ പാസ്സാവുന്നതിന് മുമ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ 100% എഫേർട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ എക്സാമിനാണെങ്കിൽ ഞാൻ ഇതുപോലെ ജൂലൈ ബാച്ചിലാണ് ജോയിൻ ചെയ്യുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ GD ബാച്ച് ഇല്ലായിരുന്നു, മെയിൻ ബാച്ച് ആയിരുന്നു, റെഗുലർ ബാച്ച്. ശരിക്കും പറഞ്ഞാൽ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അവരുടെ മെറ്റീരിയൽ ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിന്ന് ചെയ്യുമ്പം അവർക്കൊപ്പം എത്താൻ പറ്റുന്നു എന്നുള്ളൊരു ഇത് വരുമ്പോൾ ഓക്കെ ഉറപ്പായിട്ടും GD അപ്പോൾ ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇതുപോലെ GDയുടെ ക്ലാസ് തുടങ്ങുന്നത്. കറക്റ്റ് ഫോക്കസ് ചെയ്ത് എല്ലാ ടോപ്പിക്കും കറക്റ്റ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് അതിലുപരി ഒരുപാട് മോക്ക് എനിക്ക് ചെയ്യാൻ പറ്റി. അതായത് പകുതി സിലബസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഇതേപോലെ ഓഫീസിൽ വന്നിട്ട് മോക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ടൈം തൊട്ട് തന്നെ ഞാൻ മോക്ക് ചെയ്ത് അത്യാവശ്യം അപ്പം കുറച്ച് മാർക്ക് കുറവായിരുന്നു എങ്കിലും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ചെയ്ത് അത് അനലൈസ് ചെയ്ത് പിന്നെയും ചെയ്ത് പതുക്കെ സ്കോർ കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സാം കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത്. ഓക്കെ. അപ്പോൾ ജിയോൺ ഈ മോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് പലർക്കും ഇപ്പോഴും ഇതിൻ്റെ ഒരു സിലബസോ ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സോ ഒന്നും അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ഇപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ് ജിയോൺ? മോക്ക് എന്ന് പറയുമ്പോൾ മോക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഈ എക്സാമിന്? മോക്ക് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ഇതിൻ്റെ സിലബസ് ഒന്ന് പറയാമോ ഈ എക്സാമിൻ്റെ? ഇതിൽ മൊത്തം 4 ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ്, GK, മാത്സ്, റീസണിങ് എല്ലാത്തിലും 20 ക്വസ്റ്റ്യൻസ് വീതം 1 hour നമുക്ക് ചെയ്യാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ മോക്ക് ചെയ്തതോടുകൂടി എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. അതായത് 1 hourനുള്ളിൽ 80 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അതായത് 1 minute പോലും ഇല്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പം മോക്ക് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റി. തുടക്കത്തിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു എക്സാമിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി ഓക്കെ മോക്കിലൂടെ ഇതിങ്ങനെ ചെയ്താലേ എക്സാമിന് ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നോർത്ത് അങ്ങനെ പതുക്കെ ആ ഒരു ട്രാക്കിലോട്ട് വരുമായിരുന്നു. അപ്പോൾ മോക്ക് തീർച്ചയായിട്ടും എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? മോക്ക് ചെയ്യുന്നതിലൂടെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നു സ്പീഡ് അല്ലേ? സ്പീഡ് വരുന്നത് എക്സാമിന്. അപ്പോൾ നമ്മുടെ ഈ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK ആണല്ലോ ഈ സിലബസിൽ വരുന്നത്. ഇതിന് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? എന്നെ സംബന്ധിച്ച് എനിക്ക് GK ഭയങ്കര പാടായിരുന്നു. ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ റീസണിങ് ഞാൻ ഫുൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എല്ലാ ദിവസവും കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ച് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചില്ല. എല്ലാ ദിവസവും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ടൈം വെച്ച് ചെയ്യുമായിരുന്നു. അതായത് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് റീസണിങ്ങിൽ കുറച്ച് ടൈം കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ ആ ടൈമോട് എനിക്ക് മാത്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പം മാത്സ് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും കുറച്ച് ടൈം എടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ GK അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ അക്കാഡമി വന്ന് അത്യാവശ്യം മെറ്റീരിയൽസ് ഒക്കെ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ GKയിലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ ബ്ലാക്ക് ബുക്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമായിരുന്നു, ലൈക്ക് പഠിക്കുമായിരുന്നു എല്ലാ ദിവസവും. അതും ഓരോ സെക്ഷനിൽ നിന്ന് ഒരു 10 അല്ലെങ്കിൽ ഒരു 20 വീതം പഠിക്കുമായിരുന്നു. ഓക്കേടാ. അപ്പം ഈ ദിശ അക്കാഡമിയിലോട്ട് വരാം എന്നുള്ളൊരു തീരുമാനം എങ്ങനെയാണ്? ആ ഒരു തീരുമാനം എടുത്തത് എവിടെ നിന്നാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഡിസിഷനിലേക്ക് വന്നത്? ദിശ അക്കാഡമി എനിക്ക് യൂട്യൂബ് വഴി അറിയാം.
പക്ഷെ ഞാൻ ആദ്യത്തെ എക്സാം പോയി കുറച്ച് ഡൗൺ ആയിട്ടിരുന്നപ്പോൾ പപ്പയാണ് എൻ്റെ അടുത്ത് പറയുന്നത് എന്നാൽ കൊട്ടാരക്കര ദിശയിൽ പോവാന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ജിയോണ, തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് ഇത്രയധികം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്തായാലും ഉണ്ടാവുമല്ലോ, ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് സ്ട്രാറ്റജിയാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്? ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം റീസണിങ് എല്ലാം നല്ല രീതിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്യുമായിരുന്നു. മാത്സ് ഇഷ്ടമാണെങ്കിലും ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്താൽ ആ സെയിം നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണമെന്നില്ല. അപ്പം പ്രീവിയസ് ഇയർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മോക്ക് അങ്ങനെ അത് മാത്സ് അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ GK ഞാൻ ലാസ്റ്റ് 2 months ആണ് നോക്കിയത്. ഈ പറഞ്ഞ പോലെ നിത്യ മിസ്സിൻ്റെ ക്ലാസ്സും പിന്നെ അതേപോലെ തന്നെ ഗീതു മിസ്സിൻ്റെയും. ഞാൻ സ്റ്റാറ്റിക് GK മാത്രമാണ് നോക്കിയിട്ട് പോയത്, കാരണം എനിക്ക് GK ഭയങ്കര പാടായിരുന്നു. ഞാൻ ഏറ്റവും കുറവ് സ്കോർ ചെയ്ത് എനിക്കൊന്ന് GKയിലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഈ എക്സാമിന് ഞാൻ അത്യാവശ്യം നല്ലപോലെ തന്നെ GK സ്കോർ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അതെ, കാരണം ജിയോണയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ജിയോണ 132 അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജിയോണ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ സക്സസ് മീറ്റ്, കഴിഞ്ഞ ദിവസം സക്സസ് മീറ്റ് ഉണ്ടായിരുന്നു. GD കിട്ടിയ എല്ലാവർക്കും മൊമെന്റോ കൊടുക്കുന്ന ഒരു സക്സസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ ജിയോണ പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ജിയോണ പറഞ്ഞായിരുന്നു, നമുക്ക് ജോലി വേണമെന്ന് വളരെയധികം ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ആ ഡെഡിക്കേഷനോട് കൂടി നമ്മൾ ദിശ അക്കാഡമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്കാഡമി മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് ആയാലും നമ്മുടെ മെൻറ്റേഴ്സ് ആയാലും ഈ ജോലി വേണമെന്ന് വെച്ച് വരുന്ന ആൾക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ജിയോണയ്ക്കും തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ എക്സാമിനും രണ്ടാമത്തെ എക്സാമിനും സെയിം എഫേർട്ട് തന്നെയാണ് ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ഗൈഡൻസ് കൊണ്ട് തന്നെയാണ് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. എടാ, ഞാൻ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലുണ്ട്, ദെൻ മെഡിക്കലുണ്ട്, പിന്നല്ലേ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഫിസിക്കലിന് വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അത് പലരും ഫിസിക്കലി റിജക്ട് ചെയ്ത് പോകുന്നുണ്ട്. എക്സാം ഒരുപാട് പേര് ക്ലിയർ ചെയ്യുകയും ഫിസിക്കലി കുറേ പേര് റിജക്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ എത്ര മുന്നെയാണ് ഈ ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ റെസ്പോൺസ് ഷീറ്റ് വന്നപ്പോൾ തൊട്ട് ഇതേപോലെ ഒരു അക്കാഡമിയിൽ, അതും നല്ല അക്കാഡമി, ഞാൻ എല്ലാം എൻ്റെ ബെസ്റ്റായിട്ടുള്ള അക്കാഡമീസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദിശയാണെങ്കിലും ഇപ്പോൾ എക്സാം കഴിഞ്ഞ് റെസ്പോൺസ് ഷീറ്റ് വന്ന ഉടനെ ഞാൻ പോയി. പക്ഷേ ഈ മൂക്കിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സർജറി ചെയ്തിട്ട് പോകാമെന്ന്. അങ്ങനെ സർജറി ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷം 2 months ആണ് ഞാൻ അക്കാഡമിയിൽ ഫിസിക്കലിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം പഠനം എന്ന് പറയുന്നത് കുറേ കഴിയുമ്പം അത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് അല്ലേ? പഠനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഫോക്കസ് പഠിക്കുക, ജോലി മേടിക്കാൻ തന്നെയാണ്. പക്ഷേ ഈ പഠനം കുറേ ആകുമ്പോൾ നമുക്ക് എന്താണ് സ്ട്രെസ്സ് തരാറുണ്ട് ഈ പഠനം. അപ്പോൾ അതിനൊരു റിലാക്സേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ സെലിബ്രേഷൻസും അത് വളരെ മാക്സിമം അത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓണം സെലിബ്രേഷൻ ആയാലും ക്രിസ്മസ് സെലിബ്രേഷൻ ആയാലും ഒക്കെ. ജിയോണെ സംബന്ധിച്ച് ഏത് പരിപാടി ഉണ്ടെങ്കിലും, പഠനം മാത്രമല്ല കേട്ടോ, ഏത് പരിപാടി, ഏത് എക്സ്ട്രാ ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ജിയോണ അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓണം സെലിബ്രേഷൻ അല്ലേ? ഓണം സെലിബ്രേഷന് ജിയോണയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലയാളി തനിമ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ, അതിൽ ഫസ്റ്റ് കിട്ടിയത് ജിയോണയ്ക്കും നിരഞ്ജനുമായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ എല്ലാം ആക്റ്റീവായിട്ട് നിന്നു. അതുപോലെ ക്രിസ്മസ് സെലിബ്രേഷൻ വന്നപ്പോൾ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നി പഠനത്തിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വേണം എന്നല്ലേ? എന്താണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അക്കാഡമി ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ തലേന്ന് വരെ അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചാലും പിറ്റേന്ന് ആ ഒരു പ്രോഗ്രാം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ, അല്ല മിസ്സി പറഞ്ഞ പോലെ, ഓണം ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എനിക്ക് നല്ല മെമ്മറീസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതെനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറയാറുണ്ട്, ലൈക്ക് ഇവിടെ മറ്റുള്ള അക്കാഡമി വെച്ച് നോക്കുമ്പം ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ ചെയ്യണം. ഓക്കെ, എനിക്ക് ഓർമ്മയുള്ളത് ജിയോണ ഇവിടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് ബാച്ച് തുടങ്ങിയതിന് ശേഷം ജിയോണ ഒറ്റൊരാളല്ലേ ഉള്ളായിരുന്നു, പെൺകുട്ടിയായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വിപിന്, ആകാശ്, അക്ഷയ് ഒക്കെ ഒരു ഗ്യാങ് അല്ലേ, ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 4 പേര് ഒരുമിച്ച് പഠിച്ചു,
ഒരുമിച്ച് ഇത് നിങ്ങൾ 4 പേർക്കും ജോലി കിട്ടി ജോലിയിലോട്ട് കയറാൻ പോകുന്നു. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടി 4 പേരുടെ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈ ഗ്രൂപ്പ് സ്റ്റഡി അതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്ത് കാണുമല്ലോ. നിങ്ങൾ 4 പേരുടെ ഒരുമിച്ച് എന്നുള്ള ആ പഠനം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്ത് കാണും. അതെങ്ങനെയാണ് ആ ഗ്രൂപ്പ് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണോ? അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്നൊന്ന് പറയാമോ? അതായത് ഇപ്പോൾ ഉച്ചവരെ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ള ടൈം ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ മാക്സിമം നോക്കാറുണ്ട്. ഇപ്പം വിപിനാണെങ്കിൽ ഹോസ്റ്റലിലാണ്, ബാക്കിയുള്ളവർ കുറച്ച് ദൂരെ ആണെങ്കിലും ഞങ്ങൾ മാക്സിമം ടൈം അവിടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് GK പാടാം, അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് അത് ഡിസ്കസ് ചെയ്ത് കോഡൊക്കെ വെച്ച് പഠിക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്സ് പാടാണെങ്കിൽ അത് അറിയാവുന്ന ആൾക്കാർ ഡൗട്ട് ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് മാക്സിമം ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് കമ്പൈനായിട്ട്. ഓക്കേടാ. അപ്പം എനിക്ക് തോന്നുന്നു അടുത്തൊരു GD എക്സാം ദേ വരാൻ പോകുന്നു അല്ലേ? February 25 തോന്നുന്നു GD എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഇനിയും ഒരുപാട് പേര് ഇത് പാഷനായിട്ട് കണ്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എക്സാം എഴുതാൻ പോകുന്നു. അടുത്ത നോട്ടിഫിക്കേഷൻ 2026 സെപ്റ്റംബറിൽ വരുന്നുണ്ട് അല്ലേ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ പറയാനായിട്ട്? ലാസ്റ്റ് മൊമെൻറ്റിൽ മോക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ ആ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പതുക്കെ മോക്ക് ചെയ്ത് തുടങ്ങുക. അപ്പം നമ്മളെ ഹിറ്റ് ചെയ്യും. ലൈക്ക് മാർക്ക് കുറവാണെങ്കിൽ ഇത്രയും സ്കോർ ഉള്ളൂ. ഇപ്പം ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ആദ്യമേ ആ ഒരു എഫേർട്ട് ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ആദ്യമായിട്ട് എക്സാം നോക്കുന്നതിനേക്കാൾ കൂടുതൽ ആദ്യമേ ഒരു വട്ടം അറ്റൻഡ് ചെയ്ത് അത് ഫെയിലായിട്ട് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അങ്ങനെ ഞാനിരുന്നെങ്കിൽ മേ ബി എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അന്ന് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. എടാ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഇങ്ങനൊരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ ആക്ച്വലി എത്ര ടൈം വേണമായിരിക്കും? ഇത് പഠിച്ച് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് എത്ര സമയമായിരിക്കും വേണ്ടി വരുന്നത്? ഒരു വിതിൻ 6 months ഒക്കെ ഇത് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണോ? അതെ, ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ നമുക്കിത് എഴുതിയെടുക്കാം. അത് ആ എഴുതുന്നവരുടെ ഡെഡിക്കേഷൻ പോലെ ഇരിക്കും അല്ലേ? വേണം എന്നുള്ളവരുടെ ഡെഡിക്കേഷൻ പോലെ ഇരിക്കും. അപ്പോൾ ഒരു വിതിൻ 6 months ഒക്കെ നമുക്ക് പഠിച്ചാൽ കയറി പോകാൻ പറ്റുന്ന എക്സാം തന്നെയാണല്ലേ? ഓക്കെ. അപ്പം ഞാനത് തുടക്കത്തിൽ പറഞ്ഞ എല്ലാവരും വളരെ പാഷനേറ്റ് ആണ് ഈ ഒരു ജോലിയിലേക്ക്. കാരണം ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ പാഷനേറ്റ് ആണ് ഈ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ജിയോണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡ്രീം ജോബ് ഇപ്പം ഇവിടെ കിട്ടിയിരിക്കുകയാണല്ലേ. ഇനി ഇതിൽ തന്നെ മുന്നോട്ട് പോകാനാണോ, സ്റ്റിക്ക് ഓൺ ചെയ്യാനാണോ, അതോ വേറെ എന്തെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടോ? വേറെ എക്സാം ഞാൻ നോക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂണിഫോം പോസ്റ്റ് ഇഷ്ടമാണ്. അതാണ് ഞാൻ ഇതിൽ GD തന്നെ കയറിയത്. ഇപ്പം ഇതിൽ നിന്നുകൊണ്ട് ഇതൊരു സേഫ് സോൺ പോലെ വെച്ചിട്ട് വേറെ ഹയർ എക്സാംസ് നോക്കണമെന്നുണ്ട്. ഓക്കെ. അപ്പം ഇനി എന്തായാലും ട്രെയിനിങ് ആയിരിക്കുമല്ലോ. എന്നത്തേക്കാ ജോയിനിങ് ഒക്കെ? എന്നത്തേക്കാ? February 16 ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ 16 ജോയിൻ ചെയ്യുന്ന എവിടേക്കാണ്? രാജസ്ഥാൻ, ഡിയോളി. രാജസ്ഥാനിലേക്കാണ്. അപ്പൊ ആദ്യം എന്തായാലും ട്രെയിനിങ് ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ട്രെയിനിങ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അതിനകത്ത് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ജിയോണയ്ക്ക് ആത്മവിശ്വാസത്തോടെ ആ ചലഞ്ചസ് എല്ലാം നേരിടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കോൺവെർസേഷൻ ഈ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. കാരണം പലരും ചിന്തിക്കും, എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് ഈ ഒരു എക്സാം എഴുതി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഒന്നും കൂടി once again I congratulate you and may all your dreams come true. Best wishes. താങ്ക് യു. പുതിയ ഒരാളുടെ വിശേഷങ്ങളുമായി, അവരുടെ സക്സസ് സ്റ്റോറിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.